ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി വിത്ത് നാനാർജീസ്. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കി വരുന്ന ദോഹകൾ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ രണ്ടാമത്തെ ദോഹയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യത്തേത് എഡിറ്റ് ചെയ്ത സമയത്ത് ചെറുതായിട്ടൊന്ന് മിസ്സായിരുന്നു. അപ്പോൾ അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകാതെ തുടങ്ങാം. ഫസ്റ്റ് ലൈൻ നോക്കൂ. ऐसे बाणी बोलिए मन का आपा खोई, अपना तन शीतल करे ഔരൻ കോ സുഖ് ഹോയ്. ഇതാണ് ആ രണ്ട് ലൈൻസ്. അപ്പോൾ നമുക്ക് വാക്കുകളുടെ അർത്ഥം ആദ്യം നോക്കാം. ഏസി ബാണി. ബാണി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാണിയാണ്, അതായത് വാക്ക്. ബോലി യാ ഭാഷ എന്നാണ് അതിൻ്റെ അർത്ഥം. Then next word मन का आपा. ആപ്പ മീൻസ് അഹങ്കാർ. അഹങ്കാറിൻ്റെ മറ്റൊരു വേർഡാണ് ഘമണ്ട്. ഇനി നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു വേർഡാണ് ഈഗോ. നെക്സ്റ്റ് ഖോയ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ത്യാഗ് കർണ യാ മിട്ടാദേനാണ്. പാനായുടെ ഓപ്പോസിറ്റ് ഖോന നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതായത് ത്യജിക്കുക. ശീതൾ എന്ന് വെച്ചാൽ ശീതളാണ്. ശീതൾ എന്ന് പറഞ്ഞാൽ ശാന്ത, ഠണ്ട യാ പ്രസന്ന. അതായത് മലയാളത്തിൽ നമ്മൾ ശീതളപാനീയങ്ങൾ എന്നൊക്കെ പറയാറില്ലേ, തണുത്തത് അല്ലെങ്കിൽ പ്രസന്നമായതെന്നാണ് ഇവിടെ സന്ദർഭോചിതമായ അർത്ഥം. അടുത്ത ഓരൻ മീൻസ് ദൂസരോം കോയാണ് കേട്ടോ. അപ്പോൾ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒന്നുകൂടി ആ ലൈൻസിലേക്ക് പോയി നോക്കാം. ഏസി ബാണി ബോലിയെ മൻ കാ ആപ്പ ഖോയി. നിങ്ങൾ ഇവിടെ കബീർദാസ് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ പറയൂ. വാണിയാണെന്ന് ഞാൻ പറഞ്ഞു. മൻ കാ ആപ്പ ഖോയി, മനസ്സിൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്ന തരത്തിലുള്ള, മനസ്സിൻ്റെ അഹങ്കാരം ത്യജിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അപ്നാ തൻ ശീതൾ കരേ. അപ്നാ തൻ ശീതൾ കരേ മീൻസ് അപ്നാ തൻ ശീതൾ കരേ മീൻസ് അത് നമ്മുടെ തന്നെ സ്വന്തം ശരീരത്തെ, തൻ ശരീരമാണ് നിങ്ങൾക്കറിയാമല്ലോ, ശരീരത്തെ തന്നെ തണുപ്പിക്കും. അതോടൊപ്പം ഔരൻ കോ സുഖ് ഹോയ്, മറ്റുള്ളവരെയും സുഖം നൽകും, സുഖപ്രധാനമാകും. ഇപ്പം മനസ്സിലായില്ലേ ആ രണ്ട് ലൈൻസിൻ്റെ അർത്ഥം? അതായത് നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും മധുരതരമായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമുക്ക് തന്നെ സമാധാനം തരും, ശാന്തി തരും. അതോടൊപ്പം അത് കേൾക്കുന്നവർക്കും അത് സുഖകരമാകും. അതാണ് കബീർദാസിലൂടെ പറയും. അത് ആ ലൈൻസിൻ്റെ അർത്ഥമാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഭാവാർത്ഥം നോക്കൂ. ഇസ് സാഖി में संत कबीरदास जी ने मीठी वाणी या मधुर वचन बोलने के महत्व को समझाया है. ഈ സാഖിയിലൂടെ, അതായത് ഈ 2 ലൈൻസിലൂടെ കബീർദാസി എന്താണ് നമ്മളോട് പറയുന്നത്? മീഠി വാണി അല്ലെങ്കിൽ മധുർ വചൻ, അതായത് മധുരം മൂറുന്ന വാക്കുകൾ അല്ലെങ്കിൽ നല്ല വാക്കുകൾ, ബോൽനേക്കെ മഹത്വക്കോ സംചായ ഹേ, പറയേണ്ടതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. കബീർ ജി कहते हैं कि मनुष्य को अपने मन का अहंकार त्याग कर ऐसी मधुर वाणी बोलनी चाहिए. മനുഷ്യർ अपने मन का अहंकार त्याग कर, തൻ്റെ മനസ്സിലെ അഹങ്കാരം ത്യജിച്ചിട്ട് ഇത്തരത്തിലുള്ള മധുരതരമായ വാക്കുകൾ പറയണം. അതിൽ എന്തൊക്കെ ഉണ്ടാവാൻ പാടില്ല? ജിസ്മേ ബിൽകുൽ ഭി കഡ്വാഹട്ട് യാ ഈർഷ്യ നാ ഹോ, അതിൽ അല്പം പോലും കയ്പുണ്ടാകാൻ പാടില്ല. ഇവിടെ വാക്കുകളിൽ കയ്പുണ്ടാവുക എന്ന് പറയുമ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഈർഷ്യ നാ ഹോ, ദേഷ്യം, ഈർഷ്യ പോലുള്ള വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളായിരിക്കാൻ പാടില്ല. ऐसी मीठी और नम्र भाषा बोलने से न केवल हमारा अपना मन शांत और प्रसन्न होता है, बल्कि सुनने वाले को भी अत्यंत सुख और आनंद की अनुभूति होती है. എന്നിട്ട് കവിതസ് പറയാണ്, ഏസി മീठी और नम्र भाषा बोलने से, ഇത്തരത്തിലുള്ള മധുരതരമായ അല്ലെങ്കിൽ വിനയം നിറഞ്ഞ വാക്കുകൾ പറയുന്നതിലൂടെ കേവലം നമ്മുടെ അപ്പനാ മൻ ശാന്ത് ഓർ പ്രസന്ന ഹോത്താ ഹെ, നമ്മുടെ മാത്രം ശരീരവും മനസ്സുമല്ല ശാന്തമാകുന്നത് അല്ലെങ്കിൽ സന്തോഷഭരിതമാകുന്നത്, ബൽക്കി സുന്നേ വാലെ കോ ഭി അത്യന്ത സുഖ ഓർ ആനന്ദിക്ക് അനുഭൂതി ഹോത്തി ഹെ, കേൾക്കുന്നവർക്കും
വളരെ സുഖകരവും ആനന്ദവും നൽകുന്ന ഒരനുഭൂതിയായിരിക്കും അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ എന്നാണ്. അതിൻ്റെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ദോഹയ്ക്കകത്തുള്ള ലൈനാണ് കേട്ടോ. അപ്പനാ തൻ സീതൾ കരേ ഔറൻ കൊസുഗുഹോ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥമാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നിങ്ങളങ്ങനെ ബ്രാക്കറ്റിൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ദോഹയുടെ അർത്ഥം മനസ്സിലായില്ലേ? ഫസ്റ്റ് സാഖിയുടെ അർത്ഥം മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടി പറയണോ? ഒന്നുകൂടി നോക്കിക്കേ. ഏസി ബാണി ബോലിയെ മൻ കാ ആപാക് ഹോയ് അപ്നാ തൻ സീതൾ കരേ ഔറൻ കോ സുഖ് ഹോയ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള വാക്കുകൾ പറയണം. അത് വളരെ മധുരതരമായിരിക്കണം. മൻ കാ ആപാക് ഹോയ്, മനസ്സിൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതായിരിക്കണം. അത് നമ്മുടെ തന്നെ മനസ്സിൻ്റെ സന്തോഷം നൽകും, മറ്റുള്ള കേൾവിക്കാരുടെ മനസ്സിനും സന്തോഷം നൽകും. അതാണ് അതിൻ്റെ ചുരുക്കരൂപം. ഇനി അതിൻ്റെ ഒരു മുഖ്യ സന്ദേശം, അതിൻ്റെ മെയിൻ മെസ്സേജ് എന്താണ്, അതും കൂടി ഒന്ന് പറഞ്ഞു പോവാം. कबीरदास जी के अनुसार कड़वी और अहंकारी भाषा हमेशा विवाद और मानसिक तनाव को जन्म देती है. അതായത് കബീർദാസിനെ സംബന്ധിച്ചിടത്തോളം കഡ്വി ഓർ അഹങ്കാരി ഭാഷ, കടുത്തതും അഹങ്കാരം നിറഞ്ഞതുമായ ഭാഷ, ഹമേശ വിവാദ और മാനസിക തനാവ് കോ ജനം ദേത്തി, എല്ലായ്പ്പോഴും വിവാദങ്ങളിലേക്ക് നയിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ടെൻഷൻ തരും. ഇസ്കെ വിപരീത് മീഠേ വചൻ ബോൾനേസെ, ഇതിന് വിപരീതമായി മധുര്യമുള്ള വാക്കുകളാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഹമാരെ അപ്നെ മൻ കോ ശാന്തി മിൽത്തെ ഹെ, നമ്മുടെ സ്വന്തം ശരീരത്തിന് ശാന്തി കിട്ടും. ഓർ സമാജുമേം ആപ്പസി പ്രേം ഭായിചാര ഓർ സദ്ഭാവന ബഡ്തി ഹെ, സമൂഹത്തിലും ആപ്പസി പ്രേം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹം, ഭായിചാര ഒരു എന്താ പറയുക, സൗഹൃദമല്ല സാഹോദര്യം ഓർ സദ്ഭാവന നല്ല ചിന്തകൾ, ഇതെല്ലാം വളർന്നു വരാനായിട്ട് ഇത് സഹായിക്കും. ഇസ്ലിയെ ഹമേ ഹമേശ സോച്ച് സമജ്കർ ഓർ മധുർ ബോൽന ചാഹിയെ, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും ഹമേശ എപ്പോഴും സോച്ച് സമജ്കർ വളരെ ചിന്തിച്ചും മധുർ ബോൽന ചാഹിയെ വളരെ മാധുര്യത്തോടു കൂടി, അതായത് പൊളൈറ്റായിട്ട് സ്വീറ്റായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ പിള്ളേരെ? വളരെ ഈസിയാണ് ഇത് പഠിക്കാനായിട്ട്. അത് 2-3 വട്ടം നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ആ ഭാവാർത്ഥമാണ്, അതായത് ആ ലൈൻസിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഇതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത് എൻ്റെ മുഖ്യ സന്ദേശം കൺക്ലൂഷനാണ്. ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ദോഹയിലേക്ക് പോവാം. നെക്സ്റ്റ് ദോഹ നോക്കൂ. जब मैं था तब हरी नहीं, अब हरी है मैं नहीं, सब अंधियारा मिट गया जब दीपक देखा माही. അപ്പോൾ അതുപോലെ നമുക്ക് വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ഇവിടെ മേ എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ മേ എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അതായത് ഞാൻ എന്ന ഭാവം, ഞാൻ എന്ന ഭാവം ചിലർക്കില്ലേ, എനിക്കെല്ലാം പറ്റും, എന്നെക്കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും, ഞാനുണ്ടെങ്കിൽ എല്ലാം ശരിയാവും എന്നൊക്കെയുള്ളൊരു ഭാവം, അത്തരത്തിലുള്ളൊരു ഭാവത്തെയാണ് ഇവിടെ മേ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മേ എന്ന് പറഞ്ഞാൽ ഇവിടെ അഹങ്കാരമാണ്. നെക്സ്റ്റ് ഹരി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവാനാണ്, ഈശ്വരനാണ്, ഗോഡ്. അന്ത്യാര എന്ന് വെച്ചാൽ ആക്ച്വൽ വേർഡ് മീനിങ് ഡാർക്ക്നെസ്സാണ്, ഇരുട്ടാണ്. പക്ഷേ ഇവിടെ അജ്ഞതയാണ് ഉദ്ദേശിക്കുന്നത്. അജ്ഞ എന്ന് വെച്ചാൽ അജ്ഞത, അറിവില്ലായ്മ. അടുത്ത ദീപക് എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാൻ കാ പ്രകാശമാണ്. ദീപക് എന്ന് വെച്ചാൽ പ്രകാശമാണ്, ദീപമാണ്. ഇവിടെ അറിവാകുന്ന വെളിച്ചമാണ് ഉദ്ദേശിക്കുന്നത്. മാഹി മീൻസ് എ ഫീദർ, അതായത് ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഫീദർ. മനസ്സിലായല്ലോ? അപ്പോൾ മേ എന്ന് വെച്ചാൽ ഇവിടെ മേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അഹങ്കാർ. ഹരി എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അന്തിയാര എന്ന് പറയുമ്പോൾ ഡാർക്ക്നെസ് അല്ല, ഇവിടെ അറിവില്ലായ്മയാണ് ഉദ്ദേശിക്കുന്നത്, അജ്ഞതയാണ് ഉദ്ദേശിക്കുന്നത്. ദീപക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവാകുന്ന വെളിച്ചമാണ്. മാഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള അർത്ഥമാണ്. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. വ്യാഖ്യ. കബീർദാസ് कहते हैं कि കബീർദാസ് പറയുന്നു, ജബ് തക് മനുഷ്യ മേ അഹങ്കാർ രഹതാ ഹൈ, മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരമുള്ളിടത്തോളം കാലം, തബ് തക് ഉസേ ഭഗവാൻ കി പ്രാപ്തി നഹി ഹോത്തി, അപ്പോഴെല്ലാം അവന് ഈശ്വര പ്രാപ്തി ഉണ്ടാകില്ല. അതായത് എപ്പോഴൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ടോ
അപ്പോഴെല്ലാം അവന് ഈശ്വര പ്രാപ്തി ലഭിക്കുകയില്ല. ജബ് അഹങ്കാർ സമാപ്ത ഹോ ജാതാ ഹെ, എപ്പോഴാണോ അവൻ്റെ അഹങ്കാരം ഇല്ലാതാകുന്നത്, സമാപ്തമാവുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക, തബ് ഈശ്വർ കാ അനുഭവ ഹോതാ ഹെ, അപ്പോൾ അവന് യഥാർത്ഥ ഈശ്വരനെ കണ്ടെത്താൻ, അതായത് ഈശ്വരൻ തന്നിലുണ്ടെന്നുള്ള ബോധം അവനുണ്ടാവും. ജ്ഞാൻ രൂപി ദീപക് കെ പ്രകാശ് കെ अज्ञान का अंधकार दूर हो जाता है. ജ്ഞാൻ രൂപി ദീപക് കെ പ്രകാശ് സേ, ഞാൻ അറിവാകുന്ന ആ ദീപത്തിൻ്റെ വെളിച്ചത്തിൽ അജ്ഞാൻ കാ അന്ധകാർ, അറിവില്ലായ്മയാകുന്ന അന്ധകാരം ദൂർ ഹോ ജാതാ ഹേ, ദൂരേക്ക് പോകുന്നു, ഇല്ലാതാകുന്നു. ക്ലിയർ ആയില്ലേ? അപ്പം എന്താ കബീർദാസ് ഇവിടെ പറഞ്ഞത്? എൻ്റെ ഉള്ളിൽ ഞാനെന്ന ഭാവം എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴെല്ലാം ഈശ്വരൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതെ, മേ നാഹി സബ് അന്ത്യാര മിട്ട് ഗയ, എപ്പോഴാണോ മേം എന്ന, അതായത് അഹങ്കാരം എന്ന ഭാവം ഇല്ലാതായത്, അപ്പോൾ എല്ലാ അറിവില്ലായ്മയാകുന്ന അന്ധകാരം എന്നിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതായി, അറിവിൻ്റെ വെളിച്ചം എന്നിൽ പ്രവേശിച്ചു. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ദോഹയിലേക്ക് പോയാലോ? നെക്സ്റ്റ് ദോഹ നോക്കാം. സുഖിയ സബ് സംസാർ ഹേ, ഖായേ അരു സോവേ, സുഖിയ ദാസ് കബീർ ഹേ, ജാഗേ ജാഗേ അരു രോവേ. അപ്പോൾ നമുക്ക് അർത്ഥം നോക്കാം ആദ്യം. സുഖിയ, സുഖിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സുഖി എന്നാണ് കേട്ടോ. ഇനി ഖായേ എന്ന് പറഞ്ഞാൽ ഖാത്താ ഹേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം എളുപ്പമാണ്. സോവൈ എന്ന് പറഞ്ഞാൽ സോത്താ ഹേ, ജാഗൈ എന്ന് പറഞ്ഞാൽ ജാഗ്താ ഹേ, രോവൈ എന്ന് പറഞ്ഞാൽ രോത്താ ഹേ. മനസ്സിലായില്ലേ? ഇവിടെ സുഖിയ എന്ന് പറഞ്ഞാൽ സുഖി എന്നാണ് അർത്ഥം. ഖായേ മീൻസ് കാത്താ ഹേ, സോവൈ സോത്താ ഹേ, ദെൻ ജാഗൈ ജാഗ്താ ഹേ, രോവൈ രോത്താ ഹേ. ക്ലിയർ അല്ലേ? എൻ്റെ വ്യാഖ്യ നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. വ്യാഖ്യ നോക്കിയാലോ? संसार के लोग भोग विलास में लगे हुए हैं और सुखी दिखाई देते हैं. संसार के लोग, ഈ ലോകത്തിലുള്ള മനുഷ്യർ ഭോഗവിലാസ് മേൽ ലഗെ ഹുയെ ഹെ. ഭോഗവിലാസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സുഖ സന്തോഷങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ലഗെ ഹുയെ ഹെ, മുഴുകിയിരിക്കുന്നു. ഓർ സുഖി ദിഖായി ദേത്തെ ഹെ, അവർ സന്തുഷ്ടരായി കാണപ്പെടുകയും ചെയ്യുന്നു. അതായത് ആഡംബര ജീവിതം, ആഡംബര ഭക്ഷണം, അങ്ങനെ 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 അവരുടെ ജീവിതം സുഖകരമായി കാണപ്പെടുന്നു. ലേക്കിൻ കബീർദാസ് संसार की बुराइयों और लोगों के अज्ञान को देखकर चिंतित करते हैं. എന്നാൽ കബീർദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകത്തിലുള്ള ബുരായിയും, ബുരായി എന്ന് പറഞ്ഞാൽ എന്താ, തിന്മകൾ, ചീത്തക്കാര്യങ്ങൾ, ഓർ ലോകോം കെ അജ്ഞാൻ കോ ദേക്കർ, മനുഷ്യരുടെ അറിവില്ലായ്മയും കണ്ടിട്ട് ചിന്തിത് രഹത്തെ ഹെ, വളരെയധികം അദ്ദേഹം ചിന്തിതനാവുന്നു, ചിന്തിക്കുന്നു. ഇസ്ലിയെ വേ ജാഗുകർ ഈശ്വർ കാ ചിന്തൻ കർത്തേ ഹെ, അതുകൊണ്ട് അവൻ ഉണർന്നിരുന്ന് ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഓർ ദുഃഖി രഹത്തെ ഹെ, ദുഃഖിതനായി കാണപ്പെടുന്നു. ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആളുകളെ സംബന്ധിച്ച് അവർ ഈ ക്ഷണികമായ സന്തോഷങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്, അവരെപ്പോഴും ഹാപ്പിയാണെന്ന് കാണിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് എന്തോരം അക്രമങ്ങളും അനീതികളും ദുഷ്ടതകളും ഒക്കെയാണ് നടക്കുന്നത് അല്ലേ. മാത്രം അറിവില്ലായ്മ അതിൻ്റെ പരകാഷ്ഠയിലാണ് ഒട്ടുമിക്ക ആളുകളെ സംബന്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് കബീറിനെന്ത് മറ്റു ആളുകളെ പോലെ സന്തോഷിക്കാനാവുന്നില്ല. അവനെപ്പോഴും ജാഗുകർ, ഉണർന്നിരുന്ന് ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നു. കാരണം ഈശ്വരൻ്റെ സഹായത്തോടെ മാത്രമേ ഈ ലോകത്തിലെ ദുഷ്ടതകളെ, അനീതിയെയും അറിവില്ലായ്മയും അതിജീവിക്കാനാവൂ എന്ന ബോധം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് അവൻ ദുഃഖിതനായാണ് കാണപ്പെടുന്നത്. മറ്റാളുകളെ പോലെ ക്ഷണികമായ സന്തോഷങ്ങളിൽ മുഴുകുന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ദോഹം നോക്കാം. ബിരഹ് ഭുവംഗം തൻ ബസെ മന്ത്രന ലാഗെ കൊയ് രാമവിയോഗി നാ ജിവായി തോ ബോര ഹൊയ്. അർത്ഥം നോക്കാം. വിരഹ് എന്ന് പറഞ്ഞാൽ വിയോഗമാണ്. വിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വിട പറയുക എന്ന് പറയില്ലേ, വിരഹം. ഭുവംഗം മീൻസ് സർപ്പാണ്, സർപ്പ്, അതായത് സ്നേക്ക്, പാമ്പ്. തൻ എന്നാൽ ശരീരം, മന്ത്ര എന്ന് പറഞ്ഞാൽ ഉപചാർ. ഉപചാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചികിത്സയാണ് കേട്ടോ, ചികിത്സ, ട്രീറ്റ്മെൻറ്റ്.
രാം വിയോഗി മീൻസ് ഭഗവാൻ സെ ബിചുടാ ഹുവ വ്യക്തി, അതായത് ഈശ്വരനിൽ നിന്ന് അകന്നുപോയ വ്യക്തി, ഈശ്വര ചിന്തയില്ലാത്ത വ്യക്തി. ബോര മീൻസ് പാഗൽ. പാഗൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? ഭ്രാന്ത്. ഓക്കെ, പിന്നെ നമുക്കതിൻ്റെ ഒന്നുകൂടി നോക്കാം. ബിരഹ ഭുവംഗം തൻ ബസേ. ബിരഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വിയോഗം. ഭുവംഗം വെച്ച് സർപ്പാണ്, തൻ ശരീരമാണ്, മന്ത്ര ചികിത്സയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? രാമവിയോഗി എന്ന് പറഞ്ഞാൽ ഈശ്വര വിയോഗിയായാൾ, അതായത് ഈശ്വരനോട് താതാത്മ്യം പ്രാപിക്കാത്തയാൾ. പിന്നെന്താണ്? ബൗര എന്ന് വെച്ചാൽ എന്തായിരുന്നു? പാഗലാണ് കേട്ടോ, അതായത് ഭ്രാന്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് പോകാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ईश्वर से बिछुड़ने का दुख सर्प के विष के समान होता है. ഈശ്വർ കെ ബിച്ചുടനെ കാ, ഈശ്വരനിൽ നിന്നും അകന്നു മാറിയ ആ ദുഃഖം, അകന്നു മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുഃഖം സർപ്പ് കെ വിഷ് കെ സമാൻ ഹോത്ത ഹെ, സർപ്പ വിഷത്തിന് തുല്യമാണ്, അതായത് പാമ്പിൻ്റെ പോയിസിന് തുല്യമാണ്. ഇസ് പീഡ കാ കൊയ് ഉപചാർ നഹി ഹെ, ഈ വേദനയ്ക്ക്, അതായത് ആ പാമ്പടിയായിട്ടുണ്ടാകുന്ന വേദനയ്ക്ക് ചികിത്സയുണ്ട്, പക്ഷേ ഈശ്വര വിയോഗത്താൽ ഉണ്ടാകുന്ന ആ പീഡ, വേദനയ്ക്ക് കൊയ് ഉപചാർ നഹി ഹെ, ഒരു ചികിത്സയുമില്ല. ജോ വ്യക്തി ഭഗവാൻ സെ ദൂർ ഹോ ജാതാ ഹെ, ഏതൊരു വ്യക്തിയാണോ ഈശ്വരനിൽ നിന്നും അകന്നു കഴിയുന്നത്, അതായത് ഈശ്വരനിൽ നിന്നും അകന്നു കഴിയുന്ന വ്യക്തികൾ वो या तो जी नहीं पाता या फिर जीवित रहते हुए भी व्याकुल और पागल सा हो जाता है. അതായത് ഈശ്വരനോട് അകന്നു കഴിയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ അവൻ ജീവിച്ചിരിക്കുക ഇല്ല, അഥവാ ഫിർ ജീവിത രഹത്തെ ഹുയെ പിന്നെ, അഥവാ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ വ്യാകുൽ ഓർ പാഗൽ സ ഹോ ജാതാ ഹെ, അതായത് ആകെ ടെൻഷൻ അടിച്ചും ഭ്രാന്തമായും മാത്രമേ ജീവിക്കാൻ കഴിയൂ, ഒരു ഭ്രാന്തനെ പോലെ ജീവിക്കാൻ കഴിയൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈശ്വരനെ ത്യജിച്ചുള്ള ജീവിതമെന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വിഷം ശരീരത്തിൽ കിടക്കുന്നത് പോലെയാണ്. അതിന് ഒരു ചികിത്സയുമില്ല. മാത്രവുമല്ല, ഇനി അഥവാ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ജീവിച്ചിരിക്കാനാവില്ല, അഥവാ ജീവിച്ചിരിക്കുന്നെങ്കിൽ തന്നെ ഒരു ഭ്രാന്തനെ പോലെയേ ജീവിച്ചിരിക്കാനാവൂ. ക്ലിയർ അല്ലേ? അടുത്ത ദോഹയിലേക്ക് നമുക്ക് പോവാം. നിന്ദകൻ നേടാ രാഖിയെ ആംഗണി കുടി ബധായ്, ബിൻ സാബുൻ പാനി ബിന നിർമ്മൽ കരേ സുബായ്. അർത്ഥം, നിന്ദക് എന്ന് പറഞ്ഞാൽ ആലോചന കർണേവാല, അതായത് ഇവിടെ ആലോചന എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ഹിന്ദിയിൽ ആലോചന എന്ന് പറയുന്ന വാക്കിനർത്ഥം വിമർശനമാണ് കേട്ടോ, വിമർശിക്കുക എന്നാണ്. നേട മീൻസ് പാസ്. പാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുത്ത്. ആംഗണി എന്ന് വെച്ചാൽ ആംഗന്മേ, അതായത് നമ്മുടെ മുറ്റത്ത്. നിർമ്മൽ ശുദ്ധ ഫ്രഷ്, ക്ലീൻ, നിർമ്മൽ. സുഭായ് സ്വഭാവ്. സുഭായ് എന്ന് വെച്ചാൽ എന്താണ്? സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ. ക്ലിയർ അല്ലേ? അപ്പം നമുക്കൊന്നുകൂടി എൻ്റെ നോക്കാം. നിന്ദകം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആലോചനാകർണ, നമ്മളെ വിമർശിക്കുന്നവർ. അതായത് നമ്മൾ എന്ത് ചെയ്താലും നല്ലതാ, സൂപ്പറാ, നീ അടിപൊളിയാ, നീ അങ്ങനെ ചെയ്തോ, നീ ഭയങ്കര ബുദ്ധിമാനാണ്, നീ ഭയങ്കര സുന്ദരനാണ്, അല്ലെങ്കിൽ സുന്ദരിയാണ് എന്നൊക്കെ പറയുന്നവർ നമ്മളെ വെറുതെ ഒരു പക്ഷേ പുകഴ്ത്തുകയായിരിക്കും. അവരുടെ ആ പുകഴ്ത്തലിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ, അവിടെയാണ് ആലോചന കർണേവാല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി ആംഗണി കുടി ബധായി എന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ എന്നാണ്, അതായത് നമ്മളോട് ചേർന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ബിൻ സാബുൻ പാനി ബിന, ഒരു സാബുൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സൗന്ദര്യ സാബുൻ നിർമ്മ എന്നൊക്കെ പറഞ്ഞ പരസ്യമൊക്കെ ഉണ്ട്. സാബുൻ എന്ന് പറഞ്ഞാൽ എന്താ? സോപ്പാണല്ലേ. പാനിയും വെള്ളമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നത് നമ്മൾ എന്തിനാണ്? നമ്മളെ തന്നെ ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്യാരക്ടറിനെ സോപ്പും വെള്ളവും ഒഴിച്ച് കഴുകുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് പല പല കറക്ഷൻസിലൂടെ നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ ഒന്ന് അലക്കി മിനുക്കി എടുക്കുക എന്നല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു അലക്കി മിനുക്കൽ പ്രക്രിയ നമ്മൾ സ്വയം ചെയ്യാതെ തന്നെ നമുക്ക് നിർമ്മലരായിരിക്കാനും ക്ലീൻ ആയിട്ടിരിക്കാനും പറ്റും. ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ? ഒരു ആലോചകൻ, നിന്ദക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ്. ഓക്കെ, നമുക്കതിൻ്റെ വ്യാഖ്യയിലേക്ക് പോകാം. कबीरदास कहते हैं कि
ആലോചക് കോ അപ്പനെ പാസ് രഖ്ന ചാഹിയെ. ഒരു നമ്മളെ നെഗറ്റീവ് പറഞ്ഞ എന്ന് വെച്ചാൽ ഓൾവേസ് നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ഇല്ലാണ്ടാക്കുന്ന ട്രോമാറ്റിക് ആക്കുന്ന ഒരാളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ട്രോമറ്റൈസ് ചെയ്യുന്ന ഒരാളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി വേണം. वो हमारी कमियां बताकर हमें सुधारने का अवसर देता है. അവർ നമ്മുടെ കുറവുകളെക്കുറിച്ച് പറഞ്ഞ് അവർ നമ്മളെ കറക്റ്റാക്കാൻ ശ്രമിക്കും. കമി എന്ന് പറഞ്ഞാൽ കുറവാണ്, സുധാരണ എന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവസരത്തെ എന്നാൽ നമ്മുടെ പേരൻസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്നത് അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഏറ്റവും നല്ലവരായി മാറാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ കുറവുകളെക്കുറിച്ച് പറഞ്ഞു തന്ന് നമ്മളെ കറക്റ്റ് ചെയ്യാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ഉസ്കി ആലോചന സെ ഹമാരാ സ്വഭാവ ബിനാ സാബുൻ ഓർ പാനി കെ ഹി ശുദ്ധ ഹോ ജാതാ ഹെ. അപ്പോൾ അവരുടെ ഒരു പ്രസൻസിൽ, അവരുടെ ആ ഒരു ആലോചന എന്ന് പറയുന്നത് വിമർശനത്തിലൂടെ നമുക്ക് എന്ത് പറ്റും? നമുക്ക് നമ്മുടെ സ്വഭാവം സോപ്പും വെള്ളവും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലീനാക്കി വയ്ക്കാൻ പറ്റുമെന്നാണ് ഇവിടെ കബീർദാസ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ദോഹം നോക്കാം. പോഥി പടി പടി ജഗ് മുआ പണ്ഡിത് ഭയാനകോയ് ഏകെ അക്ഷർ പീവ് കാ പടേസു പണ്ഡിത് ഹോയ്. അതായത് പോഥി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന പുസ്തകമാണ്, അതായത് വലിയ ഗ്രന്ഥങ്ങളാണ്, അതായത് തത്വജ്ഞാനങ്ങളൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ. പടി പടി എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതിലൂടെ വായിക്കുന്നതിലൂടെ. ജഗ് എന്ന് വെച്ചാൽ എന്താണ്? സംസാർ, ലോകമാണ്. പണ്ഡിത് ഭയ ന കോയി. പണ്ഡിത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ജ്ഞാനിയാണ്, അറിവുള്ളവനാണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? എ കെ അക്ഷർ പീവ് ക. എ കെ അക്ഷർ പീവ് എന്ന് വെച്ചാൽ പീവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരക്ഷരം. പീവ് എന്ന് പറഞ്ഞാൽ പ്രിയതമനാണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈശ്വരനാണ് കേട്ടോ. പീവ് ക പടേസ് പണ്ഡിത് ഹോയ്. അക്ഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ പ്രേമ സാർ എന്നൊക്കെ, പ്രേംക സാർ എന്നൊക്കെയാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോത്തി പടി പടി ജഗമുവ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ ലോകം മുഴുവനും ഉള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലൂടെ പണ്ഡിത് ഭയാ ന കോയി, ആരും വലിയൊരു പണ്ഡിതനൊന്നും ആയി തീരില്ല. പീവ് എന്ന, അതായത് ഈശ്വര പ്രേമം എന്ന ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നവൻ ആരാണോ അവനാണ് പണ്ഡിതൻ. പടേസു പണ്ഡിത് ഹോയ് എന്നാണ് ഇവിടെ കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. केवल पुस्तकों का ज्ञान प्राप्त करने से कोई सच्चा ज्ञानी नहीं बनता. കേവലം പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ്, ജ്ഞാനം മീൻസ് ജ്ഞാൻ മീൻസ് അറിവാണ്. പ്രാപ്ത് കർണേ സെ കൊയ് സച്ച ജ്ഞാനി നഹി ബൻത, ഒരുവനും യഥാർത്ഥ ജ്ഞാനി ആവുന്നില്ല. ജോ വ്യക്തി ഈശ്വർ പ്രേം ഓർ സച്ചേ ജ്ഞാൻ കാ മഹത്വ സമജ് ലേതാ ഹേ. ഏതൊരു വ്യക്തിയാണോ ഈശ്വര പ്രേമം, ഈശ്വരൻ്റെ സ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നവൻ, വഹി വാസ്തവിക് പണ്ഡിത് കഹ്ലാതാ ഹെ, അവനാണ് യഥാർത്ഥത്തിൽ പണ്ഡിതൻ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അവനെ നമുക്ക് പണ്ഡിതൻ എന്ന് വിളിക്കാൻ കഴിയും. അതായത് കുറേയധികം ബുക്കുകൾ വായിച്ച് കേവല പുസ്തകജ്ഞാനം മാത്രം നേടുന്നതിലൂടെ നമുക്ക് പണ്ഡിതനാവാൻ കഴിയില്ല. ഈശ്വര സ്നേഹം എന്ന, അതായത് ഈശ്വരൻ ആരാണെന്ന് അറിയുകയും അവന് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ പണ്ഡിതനെന്നാണ് കബീർദാസ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ദോഹ നോക്കാം. ഹം ഘർ ജാലിയ ആപ്ന ലിയ മുരാഡ ഹാത്തി അബ് ഘർ ജാലോ താസ്ക ജേ ചലേ ഹമാരെ സാത്തി. ഇവിടെ നമുക്ക് അർത്ഥം നോക്കാം. ഘർ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടെ മോഹമായയാണ്, അല്ലെങ്കിൽ സാംസാരിക ബന്ധം. ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങളിൽ സുഖലോലുപതയിൽ മുഴുകിപ്പോകുന്ന ആ അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജാലിയ മീൻസ് ജലാദിയ, കത്തിച്ച് കളയുക. മുരാട എന്ന് പറയുന്ന വാക്ക് ജൽത്തി ലക്കടി, അതായത് കത്തിപ്പോയ തടിക്കഷ്ണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. താസ്ക എന്ന് പറഞ്ഞാൽ ഉസ്ക എന്നാണ് അർത്ഥം. സാത്തി എന്നതുകൊണ്ട് സാത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ വ്യാഖ്യ? കബീർദാസ് कहते हैं कि उन्होंने पहले अपने भीतर के मोह लोभ अहंकार को नष्ट कर दिया है.
ആദ്യം തന്നെ കബീർദാസ് എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിലുള്ള ലോഭ, മോഹ, അഹങ്കാരം തുടങ്ങിയ ആർത്തിയും അഹങ്കാരവും സുഖലോലുപതയെ പ്രതിയുള്ള അദ്ദേഹത്തിൻ്റെ ത്വരയും എല്ലാം നഷ്ട കർദിയ, ത്യജിച്ചു കളഞ്ഞു, ഉപേക്ഷിച്ചു. അബ് വേ ദൂസരോं को भी इन बुराइयों से मुक्त होने की प्रेरणा देते हैं. ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാം? മറ്റുള്ളവരെ കൂടി ദൂസരോं को भी इन बुराइयों से मुक्त होने की प्रेरणा देते. ഈ തിന്മകളിൽ നിന്ന് മുക്തരാവാനുള്ള പ്രേരണ കൊടുക്കുകയാണ്. അതായത് ഏറ്റവും ആദ്യം തൻ്റെ ഉള്ളിലുള്ള ഇത്തരം ആഗ്രഹങ്ങളെയും അത്യാഗ്രഹങ്ങളെയും ഒക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക? മറ്റുള്ളവരെ കൂടി ഇത്തരം മോഹങ്ങളിൽ നിന്ന് വിട്ടുപോരുന്നതിനുള്ള പ്രേരണ കൊടുക്കുകയാണ്. जो उनके मार्ग पर चलना चाहते हैं उन्हें भी सांसारिक मोह का त्याग करना होगा. അതുകൊണ്ട് ആരെങ്കിലും അവൻ്റെ വഴിയിലൂടെ നടക്കാൻ അതായത് തൻ്റെ വഴിയിലൂടെ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യണം? ഈ സാംസാരിക മോഹം എന്ന ആ മായാജാലത്തിൽ നിന്നും ജാലത്തെ ഉപേക്ഷിക്കണം. ത്യാഗ് കർണ ഹോഗ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അത്രയും ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ അത്രേ ഉള്ളൂ ആ ചാപ്റ്ററിലുള്ള ദോഹയുടെ എക്സ്പ്ലനേഷൻസ്. ഇവിടം കൊണ്ട് ഈ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ദോഹ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇത്തിരി ടഫായിട്ട് തോന്നും. പക്ഷെ ഒരു 2 or 3 വട്ടം വീണ്ടും അത് റിപ്പീറ്റഡ്ലി വായിക്കുമ്പോൾ വാക്കുകൾ നമ്മുടെ വരുതിയിലാവും. പിന്നെ അതിൻ്റെ മീനിങ്സ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അങ്ങനെ ആ ദോഹ വായിക്കുക, അതിൻ്റെ മീനിങ്സ് നോക്കുക, അതിനുശേഷം വ്യാഖ്യ വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് വളരെ ക്ലിയർ ആകും. സിമ്പിളായുള്ള വേർഡ്സിലാണ് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടത് പഠിക്കാനും എളുപ്പമാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും എക്സ്പ്ലനേഷൻ തരും. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സസൈസ് പാർട്ടുകൾ തരുന്നതാണ്. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ തരും. വളരെ സിമ്പിളായിട്ട് തന്നെ തരുന്നതാണ്. അതിനുശേഷം എക്സാമിന് മുമ്പായിട്ട് നമുക്ക് റിവിഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ടു യു ഓൾ. ബൈ ബൈ.